ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. ഇപ്പോൾ വണ്ടികളിലേക്ക് പ്രൈസ് ഓരോ ഘട്ടമായിട്ട് വരുന്ന സ്ഥിതിക്ക് നമുക്കതിൽ കുറ്റം പറയാൻ പറ്റില്ല. ഏതായാലും സിയറയുടെ പ്രൈസും ഇപ്പോൾ ഫുള്ളായിട്ട് ടാറ്റ പറഞ്ഞിട്ടുണ്ട്. നേരത്തെ അവർ ആദ്യം പറഞ്ഞ ബേസ് മോഡലിൻ്റെ പ്രൈസ് മാത്രമായിരുന്നു വണ്ടി ഇനീഷ്യലി കാണിച്ച സമയത്ത്. അതിനുശേഷം പിന്നെ ഒരു 1-1.5 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും അവർ ടോപ്പിൻ്റെ 2 വേരിയൻസ് ഒഴികെ ബാക്കി എല്ലാ വേരിയൻസിൻ്റെയും പ്രൈസ് പറഞ്ഞു. നമ്മുടെ മീഡിയ ഡ്രൈവ് വണ്ടികളൊക്കെ വരുന്നവരെ അതെനിക്ക് തോന്നുന്നു അവർ പ്രൈസ് പറയുമ്പം ഒരു 18.99 ലാക്സിൽ നിർത്താൻ വേണ്ടി ആയിരിക്കും. കാരണം ബാക്കി ഈ ഒരു സെഗ്മെൻറ്റുള്ള വണ്ടികളെല്ലാം ഒരു 20-21 ലക്ഷം രൂപ വരെയാണല്ലോ മാക്സിമം എക്സ്ഷോറും പ്രൈസ് പോകുന്നത്. അതൊരു നോർമൽ പ്രൈസാണ് സത്യം പറഞ്ഞ്. ഇപ്പോഴത്തെ കാലത്ത് മിക്ക വണ്ടികളും പ്രൈസ് റേഞ്ചിലേക്കാണ് പോകുന്നത്. എന്തായാലും ഇപ്പോൾ ഫൈനലി ഇവർ ഈ വാഹനത്തിൻ്റെ ടോപ്പ് 2 വേരിയൻസ്, അതായത് അക്കംപ്ലിഷ്ഡ് വേരിയൻസിൻ്റെ അക്കംപ്ലിഷ്ഡ് പ്ലസ് മോഡൽസിൻ്റെ പ്രൈസ് എല്ലാം തന്നെ റിവീൽ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കി വേരിയൻസ് ആയിട്ട് പറയുന്നത് നമുക്ക് ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് 4 പേരുകളാണ് വരുന്നത്. അതിൽ തന്നെ 7 വേരിയൻസ് ഉണ്ട്. സ്മാർട്ട് പ്ലസ് ആണ് ബേസിക് വേരിയൻറ്റ്, അതിന് മുകളിൽ പ്യുവർ ഉണ്ട്, പിന്നെ പ്യുവർ പ്ലസ് ഉണ്ട്, പിന്നെ അഡ്വഞ്ചർ ഉണ്ട്, അഡ്വഞ്ചർ പ്ലസ് ഉണ്ട്, നമ്മുടെ അക്കംപ്ലിഷ്ഡ് ഉണ്ട്, അക്കംപ്ലിഷ്ഡ് പ്ലസ് ഉണ്ട്. ഇത്രയാണ് ഇതിൻ്റെ അകത്ത് വരുന്ന വേരിയൻസ്. എഞ്ചിൻ ഓപ്ഷൻസിനെ പറ്റി നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്ത് തരാം നമ്മുടെ ബാക്കി ഡീറ്റെയിൽഡ് പ്രൈസിലേക്ക് പോകുന്നതിന് മുന്നേ. ഒന്ന് 1.5 NA പെട്രോളാണ്, അതാണ് നമുക്ക് ബേസിക് ആയിട്ട് കിട്ടുന്ന എഞ്ചിൻ. ആൻഡ് അതിൽ 106 PS പവറും 145 Nm ടോർക്കുമാണ് വരുന്നത്. പിന്നെ വരുന്ന 1.5 തന്നെ ടെർബോ പെട്രോൾ എഞ്ചിനാണ്. അത് ആകെ ടോപ്പിന് 3 വേരിയൻസിലേ കിട്ടുന്നുള്ളൂ. അതിൽ നമുക്ക് 160 PS പവറും അതുപോലെ 255 Nm ടോർക്കുമാണ് വരുന്നത്. 6 സ്പീഡ് ടോക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക്കലി മാത്രമേ കിട്ടുന്നുള്ളൂ. പിന്നെ വരുന്ന 1.5 ടെർബോ ഡീസലാണ്. അതും നമുക്ക് ടോക്ക് കൺവേർട്ടറിലും അതുപോലെ മാനുവലും കിട്ടുന്നുണ്ട്. ആൻഡ് അതിൻ്റെ പവർ ഫിഗേഴ്സ് വരുന്നത് 118 bhp അതുപോലെ 260 Nm മാനുവലിനും 280 Nm ടോർക്ക് ഓട്ടോമാറ്റിക്കിനുമാണ്. സോ ഇതാണ് ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ സ്പെക്സിൻ്റെ ഒക്കെ കാര്യം. ഇനി നമുക്ക് ഇതിൻ്റെ വേരിയൻസിൻ്റെ പ്രൈസിങ്ങിൻ്റെ ഒരു കിടപ്പ് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ഫീച്ചേഴ്സിലേക്കും ഡയമെൻഷൻസിലേക്കും ഒന്നും അധികം പോകുന്നില്ല. ഓൾറെഡി നമുക്കറിയാം ഈ സെഗ്മെൻറ്റിൽ തന്നെ ഏറ്റവും വീതി കൂടിയതും ഏറ്റവും ഹൈറ്റ് കൂടിയതും ഏറ്റവും വീൽ ബേസ് കൂടിയതായിട്ടുള്ള വണ്ടി സിയറയാണ്. ഇപ്പം ലെങ്ത്തിൻ്റെ കാര്യത്തിൽ ഈ വണ്ടി ഓൾറെഡി അത്ര വലിപ്പം, അതായത് നീളമുള്ള വണ്ടിയല്ലായിരുന്നു. ഇപ്പോൾ സെൽറ്റോസും കൂടെ വന്നപ്പോഴേക്കും അക്കാര്യത്തിൽ മൊത്തത്തിൽ തീരുമാനമായി. കാരണം ഇപ്പോൾ ഈ സെഗ്മെൻറ്റിലെ ഏറ്റവും നീളം കൂടിയ വണ്ടി സെൽറ്റോസ് ആണ്. സോ അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്കിനി ഡീറ്റെയിൽഡ് പ്രൈസ് നോക്കുകയാണെങ്കിൽ ഇത് ജസ്റ്റ് ഈ വാഹനത്തിൻ്റെ ടോപ്പ് വേരിയൻസിൻ്റെ മാത്രം പ്രൈസാണ്. സോ 1.5 NA പെട്രോൾ മാനുവൽ ട്രാൻസ്മിഷൻ വെച്ച് നമുക്ക് അക്കംപ്ലിഷ്ഡ് വേരിയൻറ്റ് വരെയാണ് മാക്സിമം കിട്ടുന്നത്. ഈ ടോപ്പ് എൻഡിൽ നമുക്ക് ഓട്ടോമാറ്റിക് 1.5 NA കിട്ടില്ല. അതിൻ്റെ അകത്ത് 6 സ്പീഡ് ഡ്യുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക് കിട്ടുന്നതാണ് അല്ലെങ്കിൽ, പക്ഷേ അത് ഇതിൻ്റെ അകത്തില്ല. ഏതായാലും 17.99 lakhs ആണ് എക്സ്ഷോറും പ്രൈസ് വന്നിരിക്കുന്നത്. അതൊരു ഇത്തിരി വലിച്ചു നീട്ടിയിട്ടുണ്ട് പ്രൈസ്. അത് ഞാൻ ഡീറ്റെയിൽഡ് പ്രൈസ് ലിസ്റ്റ് കാണിക്കുമ്പോൾ കാണിച്ചു തരാം. ബാക്കി നമ്മൾ നോക്കുകയാണെങ്കിൽ 1.5 ടെർബോ പെട്രോൾ അക്കംപ്ലിഷ്ഡ് വേരിയൻറ്റ് 19.99 lakhsലാണ് പ്രൈസ് ചെയ്തിരിക്കുന്നത്. അക്കംപ്ലിഷ്ഡ് പ്ലസ് 20.99 lakhsലാണ് പ്രൈസ് ചെയ്തിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ഡീസൽ വേരിയൻ്റ് എടുക്കുകയാണെങ്കിൽ 18.99 lakhs ആണ് ഡീസൽ മാനുവലിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത്. അതിൻ്റെ തന്നെ ഓട്ടോമാറ്റിക് എടുക്കുകയാണെങ്കിൽ 19.99 lakhs ആണ്. അക്കംപ്ലിഷ്ഡ് പ്ലസ് എടുക്കുകയാണെങ്കിൽ 20.29 lakhsഉം 21.29 lakhs ആണ് ഡീസലിൻ്റെ പ്രൈസ് പോകുന്നത്. അതുപോലെ തന്നെ ടെർബോ പെട്രോൾ നമ്മൾ അക്കംപ്ലിഷ്ഡ് പ്ലസ് എടുക്കുകയാണെങ്കിൽ 20.99 lakhs വരെ മാക്സിമം അതിൻ്റെയും പ്രൈസ് പോകുന്നുണ്ട്. സോ ഇപ്പോൾ ഇവിടെ എടുക്കുകയാണെങ്കിൽ ടെർബോ പെട്രോളിൻ്റെ മാക്സിമം പ്രൈസ് വരുന്നത് ഏകദേശം 21 ലക്ഷം രൂപ എക്സ്ഷോറും പ്രൈസും, അതുപോലെ ഡീസലാണെങ്കിൽ 21.3 ലക്ഷം രൂപ വരെയുള്ള എക്സ്ഷോറും പ്രൈസുമാണ്. ഓൺ റോഡ് വരുമ്പോഴേക്ക് ഏകദേശം ഒരു 25-ന് ക്രോസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാരണം ടാക്സും പിന്നെ നമ്മുടെ ഇൻഷുറൻസ് അത് ഇതെല്ലാം കൂടെ വരുമ്പോഴേക്കും 25-26 ലക്ഷം രൂപയുടെ അടുത്തൊക്കെ ആവും. ഈ വണ്ടിക്ക് അത് ഇച്ചിരി കൂടുതലല്ലേ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അത് വളരെ ശരിയാണ്. പക്ഷെ എന്നാലും നമ്മളിപ്പോൾ ബാക്കി വണ്ടികളുടെ പ്രൈസ് വെച്ച് കമ്പയർ ചെയ്താലും ക്രെറ്റയുടെ ടോപ്പിൻ്റെ ഏകദേശം 26 ലക്ഷം രൂപ വരെ പോകുന്നുണ്ട്. 26 ലക്ഷം 26-27 ലക്ഷം രൂപ അടുത്ത് വരെ ഓൺ റോഡ് പോകാം. ഈ പറഞ്ഞ 21 ലക്ഷം രൂപ എക്സ്ഷോറും പ്രൈസ് വരുന്ന വണ്ടികൾക്കൊക്കെ. ഇനിയിപ്പോൾ പുതിയ സെൽറ്റോസിൻ്റെ പ്രൈസ് വരുമ്പോൾ ഏകദേശം ഇതുപോലെയൊക്കെ തന്നെയായിരിക്കും. വിക്ടോറിയസിൻ്റെ ഒക്കെ പ്രൈസ് നമ്മൾ കണ്ട് ഏകദേശം 20 ലക്ഷം രൂപ അടുത്താണ് അതിൻ്റെ മാക്സിമം പ്രൈസ് പോകുന്നത്. സോ മാർക്കറ്റ് എടുക്കുകയാണെങ്കിൽ ഏകദേശം ഈ രീതിയിൽ തന്നെയാണ് പ്രൈസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ വണ്ടിക്ക് ഭയങ്കര വില കൂടുതലാണെന്ന് നമുക്ക് പറയാനും പറ്റില്ല. അതുപോലെ ടോപ്പ് എൻഡ് വേരിയൻറ്റിൽ അവർ അത്യാവശ്യം നല്ല എക്സ്ക്ലൂസീവ് ആയിട്ട് ഒരുപാട് ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അക്കംപ്ലിഷ്ഡ് പ്ലസിനകത്താണ് നമുക്ക് ഈ പറയുന്ന ട്രിപ്പിൾ സ്ക്രീൻ ലേഔട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അല്ലാതെ അതിന് തൊട്ട് താഴത്ത്, അതായത് അക്കംപ്ലിഷ്ഡ് എന്ന് പറഞ്ഞ വേരിയൻറ്റിൽ ഹെഡ് അപ്പ് ഡിസ്പ്ലേ അവർ കൊടുത്തിട്ടുണ്ട്. അക്കംപ്ലിഷ്ഡ് പ്ലസ്സിൽ ഹെഡ് അപ്പ് ഡിസ്പ്ലേ ഇല്ല, അതിന് പകരമാണ് നമ്മുടെ ഈ ട്രിപ്പിൾ സ്ക്രീൻ വരുന്നത്. അങ്ങനെയൊക്കെ ആയിട്ട് ഫീച്ചേഴ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷനിലേക്ക് ഞാൻ ഓരോ വേരിയൻറ്റ് വെച്ചൊന്നും കിടക്കുന്നില്ല. നമുക്ക് വേണമെങ്കിൽ ഓരോ വേരിയൻറ്റ്സ് ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ ചെയ്യാം അവരുടെ ഇമാജിനേറ്ററൊക്കെ വരുന്ന സമയത്ത്. പക്ഷേ ഇപ്പോൾ ഇതാണ് സംഭവം. ഇനി എനിക്കിതിൻ്റെ അകത്ത് അക്കംപ്ലിഷ്ഡ് വേരിയൻറ്റിൻ്റെ പ്രൈസിങ്ങിൽ ഞാൻ ഇത്തിരി സ്കെപ്റ്റിക്കലാണ്. കാരണം സംഭവം എന്താണെന്ന് വെച്ചാൽ പ്രൈസ് ഡിഫറൻസ് ഭയങ്കര കൂടുതലാണ്. നമ്മളിപ്പോൾ 1.5 NA എടുക്കുകയാണെങ്കിൽ അതിൽ ഞാൻ ആദ്യം ഒരു പ്രൈസ് പ്രൊഡിക്ഷൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് 17.5 lakhs ആണ് ഇട്ടിരുന്ന പ്രൈസ്. അത് ആക്ച്വലി ഓക്കെ ആയിരുന്നു, 17.5 lakhs എന്ന് പറയുമ്പോൾ ആ ഒരു പ്രൈസ് ഡിഫറൻസ്. പക്ഷേ ഇതിപ്പോൾ എടുക്കുകയാണെങ്കിൽ 2 ലക്ഷം രൂപയുടെ പ്രൈസ് ഡിഫറൻസ് ഉണ്ട്. അത് അതിൻ്റെ അകത്ത് കിട്ടുന്ന ഫീച്ചേഴ്സൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു ഇത്തിരി കൂടുതലാണ്. നമുക്ക് ഓൺ റോഡ് വരുമ്പോഴേക്കും ഒരു 2-2.25 ലക്ഷം രൂപയുടെ അടുത്ത് വരെ പ്രൈസ് ഡിഫറൻസ് വരും. അതുപോലെ തന്നെ ഡീസൽ എടുക്കുകയാണെങ്കിൽ മാനുവലിനകത്ത് പ്രൈസ് ഡിഫറൻസ് 1.8 lakhsഉം ഓട്ടോമാറ്റിക് വരുമ്പോഴേക്കും ഈ
സെയിം വേരിയൻറ്റ് അഡ്വഞ്ചർ പ്ലസ് ടു അക്കംപ്ലിഷ്ഡ് വരുമ്പോഴേക്കും പ്രൈസ് ഡിഫറൻസ് 1.5 ലക്ഷമായിട്ട് മാറുന്നുണ്ട്. അതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. കാരണം ഫീച്ചേഴ്സിൽ അങ്ങനെ പ്രത്യേകിച്ച് വലിയ വ്യത്യാസമൊന്നുമില്ല. സ്റ്റിൽ അവർ അതിൻ്റെ അകത്ത് അത്രയും വ്യത്യാസം കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഡീസൽ ഓട്ടോമാറ്റിക്കിന് 1.5 ലക്ഷം രൂപ പ്രൈസ് ഡിഫറൻസ് തന്നെ എണ്ണ പെട്രോളും കൊടുത്തിരുന്നെങ്കിൽ നല്ലതായേനെ. അതുപോലെ തന്നെ ടർബോ പെട്രോൾ എടുക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ഡയറക്റ്റ് 2 ലക്ഷം രൂപയുടെ പ്രൈസ് ഡിഫറൻസ് വന്നിട്ടുണ്ട്. അതിൻ്റെ മുകളിലത്തെ വേരിയൻറ്റിൽ 1 ലക്ഷം രൂപയുടെ പ്രൈസ് ഡിഫറൻസ് ആണ് ടർബോ പെട്രോൾ വന്നിരിക്കുന്നത്. പക്ഷേ ഡീസലിൽ നമുക്ക് അവിടെ ഏകദേശം 1.3 ലാക്സിനടുത്ത് പ്രൈസ് ഡിഫറൻസ് വന്നിട്ടുണ്ട്. ഇവർ എന്തടിസ്ഥാനത്തിലാണ് ഇതിൻ്റെ ഒരു പ്രൈസ് ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. പൊതുവേ കമ്പനികളെല്ലാം ഒരു പ്രൈസ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ ഏകദേശം സിമിലർ ആയിട്ടാണ് വെക്കാറ്. ഇപ്പോൾ ഇതിൻ്റെ ഡീസലിൻ്റെയും ടർബോ പെട്രോളിൻ്റെയും പ്രൈസ് നമ്മുടെ അക്കംപ്ലിഷ്ഡ് ഓട്ടോമാറ്റിക് വേരിയൻറ്റിൽ എക്സാക്ട്ലി സെയിം ആണ്. പക്ഷേ അതിൻ്റെ മുകളിലത്തെ വേരിയൻറ്റിലേക്ക് വരുമ്പോഴേക്കും വ്യത്യാസമുണ്ട്. അതുപോലെ അഡ്വഞ്ചർ പ്ലസ് വേരിയൻറ്റിലേക്ക് വരുമ്പോഴേക്കും വീണ്ടും വ്യത്യാസമുണ്ട്. 50,000 രൂപയുടെ ടോപ്പിൽ 30,000 രൂപയുടെ വ്യത്യാസമാണ് വന്നിരിക്കുന്നത്. സോ ഇങ്ങനെ വ്യത്യാസം കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഡീസലും ടർബോ പെട്രോളും വേണമെങ്കിൽ സെയിം പ്രൈസ് ആക്കായിരുന്നു. ടോപ്പിൻ്റെയൊക്കെ സത്യം പറഞ്ഞാൽ 20.99 ലാക്സിൽ 2 വണ്ടികൾ നിർത്തിയിരുന്നെങ്കിൽ 21 ലക്ഷം രൂപയിൽ പ്രൈസ് തീർന്നു എന്ന് നമുക്ക് പറയായിരുന്നു. ഇതിപ്പോൾ 21.29 ലാക്സ് വരെ പോകേണ്ട ആവശ്യം എന്തായിരുന്നു എന്നറിയില്ല. ഇതാണിപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയൻ. ഞാൻ ബാക്കി വേരിയൻസിൻ്റെ പ്രൈസിനെ പറ്റിയുള്ള ഒപ്പീനിയൻ ഇതിന് മുന്നത്തെ വീഡിയോസിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിന് മുന്നേ ഇട്ടൊരു പ്രൈസ് പ്രൊഡിക്ഷൻ വീഡിയോ ആയിട്ട് നോക്കുകയാണെങ്കിൽ കുറേ പ്രൈസൊക്കെ സിമിലറാണ്. അത് മാത്രമല്ല അത് വെച്ച് കമ്പയർ ചെയ്തിട്ടുള്ള കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ വീണ്ടും ഈ വീഡിയോയിൽ അത് വെച്ച് കമ്പയർ ചെയ്യുന്നില്ല, കാരണം നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഓൾറെഡി ബാക്കി വേരിയൻസിൻ്റെ പ്രൈസും ഡീറ്റെയിൽസും ഒക്കെ അറിയാൻ ഞാൻ ഇതിന് മുന്നേ ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല ഇതിപ്പം ബുക്കിംഗ് തുടങ്ങുന്നതിന് കറക്റ്റ് മുന്നേ അവർ പറഞ്ഞ ഡിസംബർ 14 ആ ഒരു സമയമാകുമ്പോഴേക്കും ഇതിൻ്റെ ബുക്കിംഗ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരുന്നു. സോ അതിന് കറക്റ്റ് മുന്നേ ആയിട്ട് തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ഫുൾ പ്രൈസ് ലിസ്റ്റ് പുറത്തുവിട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കിനി പ്രൈസ് അറിയാതെ വണ്ടി ബുക്ക് ചെയ്യുന്നതിനെ പറ്റി ആലോചിച്ചുള്ളൊരു പ്രശ്നം വേണ്ട. കാരണം ഓൾറെഡി ഇപ്പോൾ എല്ലാ വേരിയൻസിൻ്റെ പ്രൈസ് അറിയാം. അത് മാത്രമല്ല ഇതിന് ഡെലിവറി കൊടുത്തു തുടങ്ങാൻ പോകുന്നത് ജാനുവരി 16 അടുത്ത വർഷം. അതായത് ജാനുവരി ബേസിക്കലി അടുത്ത മാസം എന്നും പറയാം. ഇനിയിപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ബുക്ക് ചെയ്യാം എന്നുള്ളൊരു ഓപ്ഷനാണുള്ളത്. പ്രീ ബുക്കിംഗ് നേരത്തെ ഡീലർഷിപ്പുകാരൊക്കെ എടുക്കുമായിരുന്നു. ഓൺ റോഡ് പ്രൈസ് വേണമെങ്കിലും നിങ്ങൾ ഡീലർഷിപ്പിൽ പോകുകയാണെങ്കിൽ അവർ കറക്റ്റായിട്ട് പറഞ്ഞു തരും. എന്തായാലും ഈ വണ്ടിയുടെ ഫുൾ പ്രൈസ് ലിസ്റ്റിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് തീർച്ചയായും താഴെ കമൻസിൽ പറയാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സറീസോ ക്ലീനിങ് പ്രൊഡക്ട്സ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് തീർച്ചയായും ചെക്കൗട്ട് ചെയ്തേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്യാനും മറക്കണ്ട. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.